മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, കേൾക്കാം. ഇതൊക്കെ പതിവാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ. ഇതിൽ പ്രത്യേകതയൊന്നുമില്ല. തീരുമാനം വന്നു കഴിഞ്ഞാൽ പാർട്ടി ഒറ്റക്കെട്ടായിരിക്കും. ഏതാ ഞാൻ പറയാം, കഴിഞ്ഞ തവണ മെയ് ആദ്യ വാരത്തിൽ റിസൾട്ട് വന്നെങ്കിലും മെയ് മൂന്നാം വാരത്തിലാണ് തുടർ പ്രതിജ്ഞ നടന്നത്. മെയ് ഫസ്റ്റ് വീക്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നു. 23 വരെ അന്ന് കാത്തിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് 23 തീയതിയാണ് കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിപ്പോൾ 4 തീയതി റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ. ഇന്ന് ഡേറ്റ് 8 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതിനത്ര തിരക്ക്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് 23 തീയതി വരെ കാലാവധി ഉണ്ടല്ലോ. 2 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാവും. സംശയമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞായറാഴ്ച പ്രഖ്യാപനം വരും. അതിലപ്പുറം നീണ്ടുപോയില്ല. അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഒരു MP അല്ലെങ്കിൽ MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ആകണമെന്നുള്ള അഭിപ്രായം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ACCയുടെ അഭിപ്രായത്തിൽ അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം കൂടെ ഞാൻ കണക്കിലെടുത്തുകൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആരെ പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ അംഗീകരിക്കും. ജനവികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്ത് തീരുമാനം എടുത്താലും ഞാൻ അംഗീകരിക്കും. അല്ല, ഞാൻ പറഞ്ഞ തീരുമാനം വന്നിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം കേട്ടാൽ എന്തോ MP-മാര് തീരുമാനം എടുത്തു എന്നുള്ള രീതിയിലാണ്. തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഹൈക്കമാൻഡിന് ഒരു ഓപ്പൺ മൈൻഡാണുള്ളത്. തീരുമാനം വരട്ടെ. ഒരു ഇഷ്യൂ ഇപ്പൊ ഇല്ല. ഞാൻ പറഞ്ഞു, നിലവിൽ ഒരു ഇഷ്യൂ ഇല്ല. എങ്ങനെ? ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫൈനൽ ഡിസിഷൻ വന്നതിന് ശേഷം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളോട് പറയാം. അപ്പം ഞാൻ ഉദ്ദേശിച്ച ആളല്ല വന്നതെങ്കിൽ പോലും ഞാൻ ആരെ പിന്തുണച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. പക്ഷേ ഇപ്പോഴത് പറയേണ്ട നേരമായിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ തീരുമാനം വന്നില്ലല്ലോ, പിന്നെ ഇത് MP-മാരായി എന്നുള്ള മട്ടിൽ എന്തിനാ ചോദിക്കുന്നത്? തീരുമാനം വരട്ടെ. തീരുമാനം വന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇത് ജനാധിപത്യ പ്രക്രിയയാണ്. 1 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടും തീരുമാനിക്കേണ്ട കാര്യമല്ല. MLA-മാർ 63 കോൺഗ്രസ് MLA-മാരുണ്ട്. അവരുടെ അഭിപ്രായം അറിയണം. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുമായിട്ടും ചർച്ച ചെയ്യണം. ഇന്നലെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചർച്ചയൊക്കെ കഴിഞ്ഞു. MLA-മാരുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഫ്ലക്സിന്റെ വലിപ്പം നോക്കിയിട്ടല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അത് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചേ നടക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തീരുമാനം വരട്ടെ. ശരി.